ഹായ് മുത്തുക്കളെ, അറക്കലാണ്. NMS എക്സാമിന്റെ ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡിസംബർ 30. ഓക്കെ, 2025 ഡിസംബർ 30-നാണ് NMS എക്സാം. ഇപ്പൊ ഏകദേശം ഒക്ടോബർ പകുതി കഴിഞ്ഞു. ഇനി ഒക്ടോബർ പോട്ടെ, ഒക്ടോബർ അങ്ങനെ പോകും. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ കഴിഞ്ഞു. പിന്നെ ആകെ ഉള്ളത് നമുക്ക് എന്താണ്, നവംബർ മാത്രമാണ് ഉള്ളത്. നവംബറും ഡിസംബർ ലാസ്റ്റിൽ പരീക്ഷയാണ്. പക്ഷെ അതിന് മുമ്പ് വേറൊരു പ്രശ്നമുണ്ട്. അതെന്താ പ്രശ്നം സാർ? എടാ, ഡിസംബറിൽ വേറൊരു പരീക്ഷ വരുന്നുണ്ട്, ക്രിസ്മസ് പരീക്ഷ. ഓ മൈ ഗോഡ്, സീന് ആകെ മൂട് പോയി. ടെൻഷൻ അടിക്കല്ലേ. അപ്പോൾ പ്രശ്നമാണ് മൊത്തത്തിൽ. ഇനി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നവംബറും ഡിസംബറും മാത്രമേ നിങ്ങൾക്ക് NMS എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് സമയമുള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് എന്തും പഠിക്കണം, ക്രിസ്മസ് എക്സാമും പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യും സാർ എന്ന് വേവലാതിപ്പെടുന്ന ഏതെങ്കിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ഈ വീഡിയോ മുഴുവൻ കാണുക. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. 5:15 വരെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നു. 5:15 ശേഷം പ്രാർത്ഥന, എന്നിട്ട് പഠനം. അങ്ങനെയൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കൃത്യം 5:15, 5:30, അങ്ങനെയൊക്കെ എഴുതി വെച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? അത് എന്നും നമുക്ക് അതേപോലെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ റോബോട്ട് ഒന്നുമല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളും. കാരണം ചിലപ്പോൾ ഒരു 5:30 5:15 നീച്ചു കഴിഞ്ഞാൽ മൊത്തം തെറ്റും. പിന്നെ നമ്മുടെ മൈൻഡിൽ എങ്ങനെയൊക്കെ റൈസ് ഞാൻ 5:15 എണീറ്റത് ആകെ മൂട് പോയി അങ്ങനെ പറയും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സിമ്പിൾ ടൈം ടേബിൾ. അതായത് ഇപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യാന്നറിയോ, ഒരു ദിവസം ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ എന്ത് ചെയ്യുക, പഠിക്കും എന്നുള്ളൊരു സാധനം എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യുക. 3.5 to 4 മണിക്കൂർ എന്ത് ചെയ്യുക, പഠിക്കുമെന്ന് സെറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുമ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും പഠിക്കണം. ഓക്കെ, അതിലേറെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ, കുഴപ്പമൊന്നുമില്ല. ഇനി അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് NMS വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 4 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറെങ്കിലും പഠിക്കണം. അല്ലാതെ ഞാനൊരു അരമണിക്കൂർ പഠിക്കാം, അത് പോലെ സാർ, അത് മതി. അത് നിങ്ങൾ ജസ്റ്റ് എക്സാം പാസ്സാവാൻ അതൊക്കെ മതി. പക്ഷെ NMS കിട്ടൂല. ഓക്കെ, ഉള്ളത് പറയാലോ. നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ മാത്രം പഠിച്ചിട്ട് NMS കിട്ടുമെന്ന് വിചാരിക്കരുത്. അതെന്തായാലും കിട്ടൂല. കാരണം കഷ്ടപ്പെടാതെ എന്തായാലും NMS കിട്ടൂല. വെറുതെ അങ്ങനെ എല്ലാവർക്കും NMS കൊടുക്കാൻ പറ്റില്ല. കാരണം 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ്. അപ്പോൾ പണിയെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യാം, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും എഫേർട്ട് എടുത്ത് പഠിക്കാം. ഇനി അതിലേറെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അത് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇനി ഇത് എപ്പോൾ പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ 4 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് നിങ്ങൾ രാവിലെ പഠിച്ചാലും കുഴപ്പമില്ല, രാത്രി പഠിച്ചാലും കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് രാവിലെ ആയിരിക്കും കംഫർട്ട്, അവർ രാവിലെ ഇരുന്ന് പഠിക്കുക. ചില ആൾക്കാർക്ക് രാത്രി ഒരു 1 മണി വരെ ഇരുന്ന് അങ്ങനെ ഉറക്കൊഴിച്ചിരുന്നാണ്ട് അങ്ങനെ പഠിക്കണമായിരിക്കും കംഫർട്ട്. ഞാനൊക്കെ അങ്ങനെ ചെയ്യാം. ഞാനൊക്കെ രാത്രി അങ്ങനെ എന്ത് ചെയ്യും, 1 മണി 2 മണി വരെയൊക്കെ പഠിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ലൈക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പഠിക്കാം, അല്ലാത്തവർ വേറെ രീതിയിൽ പഠിക്കാം. ഇനി ചില ആളുകൾക്ക് വൈകുന്നേരമൊക്കെ ഒന്നും കൂടി എനർജറ്റിക്, വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് അപ്പോഴേക്കും ഒന്നും കൂടി ഒരു സെറ്റപ്പ് ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പഠിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കാം. ഒരു ദിവസം എന്ത് ചെയ്യണം, 4 മണിക്കൂർ പഠിക്കണം. ഈ 4 മണിക്കൂർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, അത് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ എന്താണ്, മായം കലർത്തരുത്. അതിലിങ്ങനെ ഒരു 5 മിനിറ്റ് ഫോണ്, 5 മിനിറ്റ് റെസ്റ്റ്, 5 മിനിറ്റ് ഫുഡ്, 5 മിനിറ്റ് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ മായം കലർത്തുന്ന പരിപാടിയൊന്നുമില്ല. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ. അതിൽ നോ വിട്ടുവീഴ്ച, അതിൽ നോ എക്സ്ക്യൂസ്, നോ ഒന്നും പാടില്ല. ഓക്കെ, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് ഈ 4 മണിക്കൂർ പഠിക്കുമ്പോൾ അതിൽ ഒരു 3 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യണം, മാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യുക, മാറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാറ്റ് മാക്സിമം എന്ത് ചെയ്യുക, മാറ്റിലുള്ള ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യാം. അതിങ്ങനെ മാക്സിമം അതിങ്ങനെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സോഷ്യൽ സയൻസിനാണ്. കാരണം ഞാൻ സിമ്പിളായിട്ട് ഒരു സാധനം പറയാം. ഒരാൾ മാറ്റും സോഷ്യൽ സയൻസും മാത്രം പഠിച്ചു, വേറെ ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിക്കുക, എങ്കിലും അയാൾക്ക് NMS കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം എന്താ പറയുക, മാറ്റും സോഷ്യൽ സയൻസും ഫുൾ A to Z പഠിച്ച് മാറ്റിലും ഫുൾ മാർക്കും സ്കോർ ചെയ്തു, സോഷ്യൽ സയൻസിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ NMSന്റെ കട്ട് ഓഫ് എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. പ്രശ്നമില്ല, അവനക്ക് NMS കിട്ടും. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റും സോഷ്യലും മാത്രം പഠിച്ചു പോയി മറ്റേത് പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ, മാറ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാൽ ആകെ പാളും. അത് പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക, മാറ്റിനും സോഷ്യൽ സയൻസിനും കൊടുക്കുക. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മാറ്റിന് കൊടുക്കുക. അതിനാണ് ഞാൻ മാറ്റ് ഇവിടെ വലുതാക്കി എഴുതിയിട്ടുള്ളത്. പിന്നെ സോഷ്യൽ സയൻസിന് പ്രയോറിറ്റി കൊടുക്കുക, പിന്നെ ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ എന്ത് ചെയ്യുക, ആ രീതിയിൽ പഠിക്കുക. ചില ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ ഇതൊന്നും ചിന്തിക്കാതെ സയൻസ് മാത്രം പഠിക്കുക. എനിക്ക് സയൻസ് പഠിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സയൻസ് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സയൻസ് മാത്രം പഠിക്കുക. അതുകൊണ്ട് NMSന് കാര്യമില്ല. കാരണം NMSന് 90 ക്വസ്റ്റ്യൻ എന്താണ്, മാറ്റാണ്. ഇനി ഒരാൾ എന്ത് ചെയ്യാണ്, ഞാൻ സോഷ്യലാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ സോഷ്യൽ മാത്രമേ പഠിക്കുള്ളൂ, NMS കിട്ടൂല. അങ്ങനെ നിങ്ങൾ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി ബേസിൽ പഠിക്കുക. മാറ്റിന് ഫസ്റ്റ് പ്രയോറിറ്റി, പിന്നെ സോഷ്യൽ, പിന്നെ
ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റുകൾ ആ ഒരു രീതിയിൽ പഠിക്കുക. പിന്നെ പഠിക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, സ്റ്റിക്കി നോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാം. സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾ എന്താണ്, ഒന്നുകിൽ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് എന്ത് ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു പേപ്പറിൽ എഴുതിയിട്ട് അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി. അതെന്തിനാന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താണ്, വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഹൈവാ, ഇവിടെ നല്ല രസമുണ്ടല്ലോ, നല്ലൊരു കാണാൻ നല്ലൊരു മൊഞ്ചുണ്ടല്ലോ എന്നൊക്കെ തോന്നും. അതായത് നമ്മൾ ആ ഒരു പഠിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കാൻ വരുമ്പോൾ ഒരു രസേക്കാരം. പിന്നെ ആ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. മറ്റേ പ്രശ്നം എന്താണെന്നറിയോ, മറ്റേ അവിടെ ഒരു അടുക്കും ചിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മൈൻഡ് ഔട്ട് ആവും. എന്താ ഇത്, ഇനിയിപ്പോൾ എവിടെ നിന്ന് അത് പഠിക്കുക, ഞാൻ ഒന്നും പഠിച്ചില്ല, എന്തൊക്കെ ഒരു ടെൻഷനേക്കാരം, ഒരു വെപ്രാളൊക്കെ ആക്കാരം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു വൃത്തി ഉണ്ടെങ്കിൽ അടിപൊളിയാവും എന്ന് കരുതിയിട്ട് വെറും വൃത്തിയാക്കൽ മാത്രം. ഓക്കെ, സ്റ്റിക്കി നോട്ട്സ് എഴുതി വെച്ചു, ഫുൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, കിടന്നുറങ്ങാം. അതുകൊണ്ട് കാര്യമില്ല കേട്ടോ, പഠിക്കണം. ഓക്കെ, പിന്നെ കിടന്നുറങ്ങാന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ഞാൻ ആലോചിച്ചത്. അതായത് ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ബെഡിൽ ഇരുന്ന് കണ്ട് എന്ത് ചെയ്യരുത്, പഠിക്കരുത്. ബെഡിലിരുന്ന് പഠിച്ചാൽ ഉറപ്പാ 150% ഉറങ്ങിപ്പോകും. അപ്പോൾ ബെഡിലിരുന്ന് പഠിക്കാനേ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതൊന്നുമല്ല, അതെന്തായാലും പാടില്ല. പിന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ബെഡുള്ള റൂമിൽ നിന്ന് പഠിക്കും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു റൂമിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ആ റൂമിൽ എന്തുണ്ടാവും, ബെഡ് അല്ലെങ്കിൽ കിടക്കുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നേരം നമ്മളിങ്ങനെ കസേരയിലിരുന്നു സ്റ്റൂളുമ്മൽ ഇരുന്നോ ഇങ്ങനെ പഠിക്കും. എന്നിട്ട് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇനി കുറച്ച് നേരം നടന്ന് വായിക്കാം. നടന്ന് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോയിട്ട് ബെഡ് ഇങ്ങനെ പിന്നീട് എന്ത് ചെയ്യും, കിടന്ന് വായിക്കാം. അല്ലെങ്കിൽ ബെഡിൽ നിന്ന് തലക്കിണൊക്കെ വെച്ചിട്ട് തലയിണമെന്ന് അങ്ങനെ നമുക്ക് വായിക്കും. അതൊക്കെ പ്രശ്നമാണ്. കാരണം എന്താണെന്നറിയോ, ഉറങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. റൂമിൽ ബെഡ് ഉണ്ടോ, ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യും, ആ ബെഡിൽ കിടക്കാനുള്ള ടെൻഡൻസി വരും. അത് ഉറപ്പാണ്. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെയാണ്, ബൈ ഡെഫിനിഷൻ അത് അങ്ങനെയാണ്. കാരണം നമ്മൾ കുറച്ചു നേരം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചടക്കും, ഉറക്കം വരും. പഠിക്കുമ്പോഴതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്താരും അറിയോ, ഉറക്കം വരലാണ്. പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഉറക്കം വരും. ഇനി നേരെ മറിച്ച് ഫോൺ എടുത്താൽ ഉറക്കം പോകും. അത് സത്യമാണ്, അതൊരു പ്രപഞ്ച സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിടക്ക അപ്പുറത്തുണ്ടെങ്കിൽ നമ്മൾ കിടക്കാൻ തോന്നും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലോ അല്ലെങ്കിൽ മുകളിലൊക്കെ മുകളിൽ ടെറസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്താൽ ബെറ്റർ. ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും വീട്ടിൽ കംഫർട്ട് അല്ല നിങ്ങൾക്ക് എന്ന് വിചാരിക്കുക, അങ്ങനെയെങ്കിൽ പിന്നെ റൂമിൽ നിന്ന് പഠിക്കുക. ഓക്കെ, എവിടെയാണോ കംഫർട്ട് ആ രീതിയിൽ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, സ്റ്റൂളിൽ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കട്ടോ. ഓക്കെ, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് സ്റ്റൂളിന്മേൽ ഇരുന്ന് പഠിക്കുക. കസേരയിൽ ഇരുന്ന് പഠിച്ചാൽ എന്താണെന്ന് അറിയോ, നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ചാരി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ പോകും. ഓക്കെ, പക്ഷെ സ്റ്റൂളുമ്പോൾ നമുക്ക് അങ്ങനെ ചാരി ഇരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ബാക്കിലോട്ട് വീണ് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യൂല. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, ഉറങ്ങാതിരുന്ന് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് എന്താണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ NMSൻ്റെ കാര്യം ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഞങ്ങൾ NMSന് മാത്രം പഠിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാം അടുത്ത മാസമല്ലേ, അതൊരു പ്രശ്നമാവൂലേ, അതൊരു ബുദ്ധിമുട്ടാവൂലേ, അതിന് മാർക്ക് കുറയില്ലേ? അതൊന്നും പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ, NMSന് ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഓനക്ക് ക്രിസ്മസ് എക്സാം പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം NMSന് ഈ ക്രിസ്മസ് എക്സാമിന് പഠിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെ ഉപകരിക്കപ്പെടും, NMSന് ഉപകരിക്കപ്പെടും. അല്ലെങ്കിൽ NMSന് പഠിക്കുന്ന സാധനങ്ങളൊക്കെ എവിടെ ഉപകരിക്കപ്പെടും, ക്രിസ്മസ് എക്സാമിന് ഉപകരിക്കപ്പെടും. നിങ്ങൾ ഈ NMS കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പഠിക്കണ്ട. കാരണം അത് എവിടെ പഠിച്ചു, ഈ NMSൽ നിങ്ങൾ പഠിച്ചു. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് നിങ്ങൾ പഠിക്കണ്ട, കാരണം അത് എവിടെ പഠിച്ചു, NMSൽ പഠിച്ചു. 8ാം ക്ലാസ്സിലെ മാത്സ് നിങ്ങൾക്ക് പഠിക്കണ്ട, അത് ഈ NMSൻ്റെ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ടത് ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയുള്ള കുഞ്ഞു സബ്ജക്റ്റുകളാണ്. ഓക്കെ, അത് നിങ്ങൾ പരീക്ഷൻ്റെ ആ ഒരു 2-3 ദിവസം മാത്രം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ക്രിസ്മസ് എക്സാം അല്ലല്ലോ അൾട്ടിമേറ്റ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് എക്സാം ഉണ്ട്. പക്ഷെ NMS ഡിസംബർ 30 കഴിയും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കുക, NMSന് കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് കൊടുത്താൽ മതി, ക്രിസ്മസ് എക്സാമിന് കൊടുത്താൽ മതി. പിന്നെ NMS പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താകും, ക്രിസ്മസ് എക്സാമിനുള്ളതും കുറേ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിനൊന്നും ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ഇനി അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ചിട്ട് ടെൻഷൻ അടിച്ചാൽ പോലെ. ഇത് നമ്മളൊരു കുന്തം പഠിക്കൂല, എന്നിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുക, ക്രിസ്മസ് എക്സാം പൊട്ടുമോ, NMS കിട്ടൂലേ. ഒന്നും പഠിക്കണില്ല, ഒന്നും പഠിക്കാത്ത ആളെന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, പഠിച്ചിട്ട് ടെൻഷൻ അടിക്കുക. എന്നാൽ പിന്നെ അതിലൊരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. ഡിസംബർ 30 നമ്മളെ മൈൻഡിൽ വേണ്ട ഡേറ്റ്. അടിപൊളിയായിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ബയോളജിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്, സൂപ്പറായിട്ട് പഠിക്കുക, NMS ക്രാക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.